വെൽക്കം ബാക്ക് ടു AK റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് വന്നിരിക്കുന്ന കമലഹാസൻ്റെ സാറിൻ്റെ തഗ് ലൈഫ് എന്ന സിനിമയാണ് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഷോക്ക് 9 മണിക്ക്. സ്ക്രീൻ 3യിലാണ് ഷോ. ഉച്ചയ്ക്ക് റിവ്യൂ വരുന്നതായിരിക്കും. തഗ് ലൈഫ് മണിരത്ന സംവിധാനം ചെയ്ത സിനിമ ഇന്ന് കണ്ടുകഴിഞ്ഞ് വീട്ടിലെത്തി. സിനിമ കണ്ടു കഴിയുന്ന പകരം സിനിമയ്ക്ക് പോയി തല വെച്ചു നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് എനിക്ക് സിനിമ തോന്നിയ അഭിപ്രായം. ഇപ്പം തന്നെ സിനിമയുടെ ഭൂരിഭാഗം റെസ്പോൺസ് ഓൾറെഡി വന്നിട്ടുണ്ടാകും. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും കേട്ടിട്ടുള്ളവരടുത്തും കേൾക്കാത്തവരടുത്തും ഒരു കാര്യം എനിക്ക് പറയാം. സിനിമ എനിക്ക് ഒരു നിരാശപ്പെടുത്തിയ ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ആസ് മണിരത്നം സാറിൻ്റെ പുള്ളിയുടെ മുന്നത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ദിസ് വാസ് റിയലി ഡിസപ്പോയിൻറ്റഡ്. സത്യം പറഞ്ഞ ഈ സിനിമയുടെ പേര് കൊടുത്ത പോലെ ഞങ്ങൾക്ക് ഫസ്റ്റ് ദിവസം പോയി കണ്ട ഞങ്ങൾക്ക് ശരിക്കും തഗ് ലൈഫ് ഞങ്ങൾക്ക് തഗ്ഗടിച്ച ഒരവസ്ഥയായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ എന്താണെന്ന് വെച്ചാൽ? ചുരുക്കി പറഞ്ഞ സിനിമ എനിക്ക് അത്ര വർക്കായില്ല. വേറൊന്നും കൊണ്ടല്ല. മണിരത്ന സാറിൻ്റെ മുന്നത്തെ സിനിമ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. ഞാനും അത്യാവശ്യം കുറേയൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്. അത് വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ പഴയ മാസ്റ്റർ പീസ് ഒരു ഐറ്റമാണ്. അതായത് കമലഹാസൻ സാറുടെ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമയായ നായകൻ എന്ന് പറഞ്ഞൊരു സിനിമ. എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സച്ച് എ ക്ലാസിക് മാസ്റ്റർ പീസ് മൂവി. അപ്പം അത്ര ഒരു നല്ലൊരു നിലവാരമുള്ള സിനിമ എടുപ്പിച്ച് 38 വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും ഇതേ കോംബോ തന്നെ, അതും AR റഹ്മാൻ മ്യൂസിക് തന്നെ ചെയ്യണ ഈ സിനിമ കാണുമ്പോൾ നമുക്കിത്തിരി ഹോപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഹോപ്പ് കൊടുത്ത് ഞാൻ തിയേറ്ററിൽ പോയി കയറിയതാണ്. വലിയ പ്രതീക്ഷ കൊടുക്കാതെ ഒറ്റ ഹോപ്പ് ഉണ്ടോ ഈ സിനിമയ്ക്ക്. ഞാൻ ഫസ്റ്റ് ഡേക്ക് പോയി കാണുന്ന രണ്ട് ഫാക്ടറാണ് കാരണം. ഒന്ന് കമൽ സാർ, 2 മണിരത്നം സാർ. ഇവർ രണ്ടുപേരുടെ ഭൂരിഭാഗം സിനിമകൾ നമുക്ക് അത്ര നിരാശപ്പെടുത്താത്തൊരു കോംബോ ആയിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുക, ഇതെന്തു പറ്റി? ഇത് ശരിക്കും മണിരത്ന സാർ തന്നെയാണ് പടം സംവിധാനം ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണ് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഇതിൽ പോസിറ്റീവ് ഈ സിനിമയ്ക്ക് നല്ലൊരു തുടക്കം തന്നിട്ടുണ്ട്. പിന്നെ കമലഹാസൻ സാറ് അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കമലഹാസൻ സാറിൻ്റെ ഒപ്പം STR എന്ന് വെച്ചാൽ സിലംബരസൻ പുള്ളിക്കാരനും ഇവർ രണ്ടുപേരും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ മേക്കിംഗ് അതെ, BGM അതെ, മ്യൂസിക് അതെ, ടെക്നിക് സൈഡൊക്കെ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒന്നുമല്ല ഉണ്ടാക്കി മാറ്റിയത് ഒന്നാണ്. അതാണ് ഈ പടത്തിൻ്റെ നെഗറ്റീവായിട്ട് തോന്നിയത്. എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ്, സ്റ്റോറി, പിന്നെ സ്ക്രീൻ പ്ലേ. ഇത് മൂന്നും വളരെ വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനിതൊരു ജെന്യൂനായിട്ട് അഭിപ്രായം പറയുന്നതാണ് കേട്ടോ. കാരണം ഈ സിനിമ നമ്മൾ ഒറ്റ ഹോപ്പ് വെച്ച് കയറിയതാണ്. പക്ഷേ ഈ പടം കണ്ടപ്പോൾ ഇറ്റ് വാസ് ടു പ്രഡിക്റ്റബിൾ. നമ്മൾ ഇതിന് ഒരു ടിപ്പിക്കൽ ഗ്യാങ്സ്റ്റർ ടൈപ്പ് സിനിമകൾ കണ്ടിട്ടുള്ള അതേ എലമെൻസാണ് ഇതിലുള്ളത്. എന്നാലും നമ്മൾ അത്യാവശ്യം ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്താൻ പറ്റുന്നത്. പക്ഷെ ആ സ്ക്രീൻ പ്ലേ നന്നായി പാളിയിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യ പകുതി എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യ പകുതി അത്യാവശ്യം മോശമല്ല, എന്നാലും ഒരു കുഴപ്പമില്ലാത്തൊരു ആദ്യ പകുതി ലെവലിൽ എത്തിച്ചതെങ്കിൽ രണ്ടാം പകുതി നേരെ ഒരു എന്താ പറയുക, ചില പോർഷൻസ് ഓക്കെ, ചില പോർഷൻസ് ഓക്കെ ഇല്ല. വെറുതെ ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രണ്ടാം പകുതി. ആദ്യ പകുതി ആണെങ്കിൽ രണ്ടാം പകുതി ആണെങ്കിൽ എനിക്ക് ഒരേ ഒരു ശരാശരി ഫീലായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളൊക്കെ അൻപരിവാണ് ചെയ്തേക്കണം. അൻപരിവിൻ്റെ അൻപരിവാണ് ഈ പടത്തിൽ സ്റ്റണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇത്തിരി ഒരു കിടല ഒരു ഹോപ്പ് കൊടുക്കാൻ തോന്നും. പക്ഷേ ഈ നൗഡേയ്സ് ഈ ആക്ഷൻസ് അത്ര വലിയ അടിപൊളിയായിട്ട് തോന്നിയില്ല. വേട്ടയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്തതാണ്. പക്ഷേ ഇതിലെ ആക്ഷൻ സീക്വൻസ് ചിലത് എനിക്കൊട്ടും അത്ര
കുഡ് ബി മോർ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. പിന്നെ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് BGM അതൊക്കെ നല്ലൊരു പക്ക ബേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം. പിന്നെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ആണെങ്കിൽ ചിലവർ ഓക്കെ, ചിലവർ അത്ര ഓക്കെ ആയിട്ടില്ല, അതാ പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. മൊത്തത്തിൽ സിനിമ എനിക്കൊരു ആവറേജ്, അതിനും താഴെ ഒരു അനുഭവമാണ് കിട്ടിയത്. ഈ വർഷം കണ്ടതിൽ വെച്ചിട്ടൊരു അല്ല, ഞാനത് പറയുകയാണെങ്കിൽ കമൽഹാസൻ സാറിൻ്റെ മുന്നത്തെ സിനിമ, അതായത് ഇന്ത്യൻ 2 വെച്ച് നോക്കുമ്പോൾ ഈ പടം ഫാർ ബെറ്റർ എന്ന് പറയാം. കാരണം മേക്കിംഗ് കൊണ്ട് നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ ചെയ്ത് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് സ്ക്രിപ്റ്റ്, സ്റ്റോറി ഇത് രണ്ടും സിനിമ നല്ല രീതിയിൽ താഴേക്ക് ആക്കി തന്നിട്ടുണ്ട്. ആസ് എ മണിരത്ന സാറിൻ്റെ മുന്നത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് റിയലി ഡിസപ്പോയിൻറ്റഡ്. ഇതെൻ്റെ ജെനുവനായ അഭിപ്രായമാണ്. പടം എന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോയി തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ. നിങ്ങൾക്ക് അത്യാവശ്യം ഈ മാസ് പടങ്ങളൊക്കെ പിടിക്കുന്ന ആവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് പോയി തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് പോയി ഒന്നെങ്കിൽ കാണാം, അതർവൈസ് നിങ്ങൾ ഒന്നെങ്കിൽ കാണാതിരിക്കുക. അത് നിങ്ങളുടെ ഡിസിഷൻ. ഈ പടത്തിന് ഞാൻ മസ്റ്റായിട്ട് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് പോയി തിയേറ്ററിൽ പോയി കാണാം. ബട്ട് ഫോർ മീ ഈ പടം എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല അത്ര. ഇതെൻ്റെ ജെനുവിനായ ഒപ്പീനിയനാണ്. എൻ്റെ അഭിപ്രായമായിരിക്കണം എന്നില്ലായിരിക്കും മറ്റുള്ളവരുടെ. എങ്കിലും ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ എടുത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. നാളെ മറ്റന്നാളെ ഞാൻ ചോട്ടാ മുംബൈക്ക് ടിക്കറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട്. നാളെ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ തഗ് ലൈഫ് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരെയ്ക്കും